ഇപ്പോൾ അമേരിക്ക ലോകത്തിലെ അവരെ സഖ്യകക്ഷികളോടൊക്കെ ഒരു അഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇറാനെതിരായിട്ടുള്ള യുദ്ധത്തിൽ പങ്കെടുക്കണമെന്ന്. എന്ത് ഗതികേടല്ലേ അവർക്ക്! ഏ ഒരു ചെറിയ രാജ്യമായ ഇറാനെതിരെ യുദ്ധം നടത്താനായിട്ട് അവരെ സഖ്യകക്ഷികളോടൊക്കെ വരാനായിട്ട്. ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് ഒമാൻ്റെ അടുത്ത് അവർ രണ്ടു കൂട്ടരും പങ്കിട്ട് നിൽക്കുന്ന ആ ഭാഗമാണ് ഹോർമുസ് കടലിടുക്ക്. അത് പിടിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ലോകരാജ്യങ്ങളോടൊക്കെ അഭ്യർത്ഥിച്ചിരിക്കുക, നിങ്ങളെല്ലാവരും അങ്ങോട്ട് വരാനായിട്ട്. ഇവർക്ക് നാണാവില്ലേ? ഇത്രയും വലിയ സൈനിക ശക്തി, ഇത്രയും വലിയ സാമ്പത്തിക ശക്തി, ഇവർ ഈ ലോകത്തിൽ പോയിട്ട് പലയിടത്തും യുദ്ധം നടത്തിയിട്ട് ഇവർ ഒന്നല്ലെങ്കിൽ അവിടെ നശിപ്പിച്ചിട്ട് പോവും, അല്ലെങ്കിൽ അവരെ പറ്റിച്ചിട്ട് പോവും. ഇങ്ങനെയൊക്കെ ആയിട്ട് യുദ്ധം നടത്തിയിട്ട് ഇപ്പോൾ ഇറാൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇവർ സത്യത്തിൽ ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. ഇവർ കണക്കൂട്ടാണ്ട് വന്ന് പെട്ടുപോയത്. ഇനിയിപ്പോൾ അവർക്ക് ഓടിപ്പോവാനും പറ്റാണ്ടായി. ഇനിയിപ്പോൾ ലോകരാജ്യങ്ങളൊക്കെ വിളിച്ചിരിക്കുക, നിങ്ങളൊക്കെ വായോ വായോ, നമുക്ക് ഇറാൻ ആക്രമിക്കാം, ഹോർമുസ് കടലിൽ നമുക്ക് തിരിച്ചു പിടിക്കണം. എന്തിനെത്ര വലിയ ത്യാഗത്തിനൊക്കെ പോയത് ഇവർ? വെറുതെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഇറാനെ ചൊറിയാൻ ചെന്ന് അവിടെ ചെന്ന് ബോംബിട്ട് ആകെ പ്രശ്നങ്ങളിൽ ചെന്ന് പെട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ കൈയും കാലിട്ട് അടിച്ചിട്ട് അയ്യോ നാട്ടുകാരെ ഓടിവായോ, സഹായിക്കാൻ ഓടിവായോ എന്ന് പറയുന്ന ഒരു ഗതികേടിലേക്ക് ഈ അമേരിക്ക തള്ളപ്പെട്ട് കഴിഞ്ഞ് ഈ അമേരിക്ക വെറുതെ നമ്മൾ പറയണ ആ ഒരു ഇതൊന്നും ഇല്ല. അവറ്റങ്ങൾക്ക് വെറും എന്താ പറയുക, എനിക്ക് തോന്നണത് ഊതി വീർപ്പിച്ച ഒരു ബലൂൺ മാത്രമാണെന്നുള്ളതാണ്. ഇനി പിച്ച കാശിന് ഗതിയില്ലാത്ത കുറേ രാജ്യങ്ങളുണ്ട്, അവരും കൂടി വിളിക്കും. പിച്ചക്കാരെ വരെ വിളിക്കും ഇറാനെതിരെ യുദ്ധം നടത്താനായിട്ട്. ആ ഒരു ഗതികേടിലേക്ക് അമേരിക്ക ഇസ്രായേൽ കൂപ്പ് കുത്തിയിരിക്കുക. ഇപ്പോൾ ഇറാനെതിരെ വെല്ലുവിളിച്ചിട്ട് നിങ്ങൾ കീഴടങ്ങിക്കോ, അല്ലെങ്കിൽ ഞങ്ങൾ ആക്രമണം ശക്തിപ്പെടുത്തും. അല്ലെങ്കിൽ ഇപ്പോൾ അവർ ആക്രമണം ശക്തിപ്പെടുത്തിയിട്ടില്ലേ ഇവർക്ക്? ഇനിയിപ്പോൾ എൻ്റെ ഒരു കണക്കൂട്ടൽ പറയുകയാണെങ്കിൽ ഇറാൻ്റെ ആയുധത്തിൻ്റെ 100-100 ഭാഗം പോലും ഇതുവരെ പുറത്തെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലാണ്ടൊന്നും അവർക്ക് ഇത്രയും വെല്ലുവിളിച്ച് നെഞ്ഞൂക്കോടുകൂടി നിൽക്കാനായിട്ടുള്ള ഒരു ധൈര്യം എവിടെ നിന്നാണ്? അവരുടെ കയ്യിൽ ഇനി മാരകമായിട്ടുള്ള ആയുധങ്ങളുണ്ട്. കാരണം ഇങ്ങനെ ഒരു യുദ്ധം അവർ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അതിനുള്ള സകല സെറ്റിങ്ങും സകലത അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് അമേരിക്കനെ ഈ കെണിയിൽ ട്രാപ്പിൽ കൊടുന്ന് പെടുത്തിയിട്ടുള്ളത്. അമേരിക്ക ഇനിയിപ്പോൾ ഈ പെട്രോളിൻ്റെ ഇത് വരവ് നിലയ്ക്കുകയും ഗ്യാസിൻ്റെ വരവൊക്കെ നിലച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നഷ്ടം വരാൻ പോണത് ഈ അമേരിക്കക്കാർക്ക് തന്നെയാണ്. പെട്രോൾ ഡോളർ ഉണ്ടല്ലോ, അത് തല കുത്തിയേ വീഴും. അത് തന്നെയല്ല, അമേരിക്കയിൽ നോക്കിക്കോ, പെട്രോളിൻ്റെ വിലയൊക്കെ ഭീമമായിട്ട് കയറിപ്പോവും. അവിടുത്തെ ജനങ്ങൾ ട്രംപിനെതിരെ തിരിയാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. വെറുതെ ഇരിക്കുന്നിടത്ത് പേര് ചുണ്ണാമ്പ് വെച്ച് പൊള്ളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു അവസ്ഥയാണ് ഇപ്പോൾ അമേരിക്ക ഇസ്രായേലും കൂടി ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഒരു ചർച്ചയിലോടുകൂടി പരിഹരിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനൊരു യുദ്ധത്തിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല. ഇവർ ചതിയന്മാരാ. ഇപ്പോൾ ലോകരാജ്യങ്ങളൊക്കെ സാമ്പത്തികമായിട്ട് നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഒരു കാര്യം കൂടി ഇപ്പോൾ തെളിഞ്ഞു വന്നിട്ടുണ്ടല്ലോ. എന്തായാലും സൗദി അറേബ്യ അങ്ങനെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് അമേരിക്കയുടെ ആയുധങ്ങളെ കൊണ്ട് പ്രത്യേകിച്ച് രക്ഷയൊന്നും കിട്ടുമൊന്നുമില്ല. ഈ കൊടുത്തിരുന്ന കാശ് വെറുതെ കൊടുക്കുമായിരുന്നു എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായല്ലോ. അതന്നെ വലിയൊരു ഭാഗ്യം. ഇനി അവരൊന്നും അമേരിക്കനെ വലിയ കാര്യമായിട്ട് വിശ്വസിച്ച് മുന്നോട്ട് പോകുമെന്ന് തോന്നണില്ല. അവരൊക്കെ ഇനി അവരെ പ്രൊട്ടക്ഷൻ വേണം അവർ സ്വയം അവരാർജിക്കണം. അവർക്ക് അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ട്, ടെക്നോളജി അവരുടെ കയ്യിലുണ്ട്. അത് ഈ അമേരിക്കയുടെ ഒരു എന്താ പറയുക ഉഡായിപ്പ് അവർ കാണിച്ച് ഞങ്ങൾ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരിത്രയും കാലം പറ്റിക്കുകയായിരുന്നു എന്ന് എനിക്ക് തോന്നണത്. പക്ഷെ ഇനി ഈ മറ്റേ സൗദി അറേബ്യ, ബഹ്റൈൻ അങ്ങനെയുള്ള ടീമുകളൊക്കെ ഇനി സ്വയമായിട്ട് അവരൊരു ഗ്രൂപ്പായിട്ട് നിന്ന് ആയുധങ്ങൾ ലോകത്ത് ശക്തിപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഇനി പോകുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഈ അമേരിക്കയുടെ സ്വാധീനം ഈ ലോകത്ത് നിന്ന് തന്നെ നഷ്ടപ്പെട്ട് അവരൊന്നുമല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറുന്ന കാഴ്ചകൾ നമ്മൾ അതിവിദൂരത്തല്ലാത്ത കാലത്ത് നമ്മൾ കാണും. അത് ഉറപ്പാണ്.